അസ്സലാമു അലൈക്കും. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഇൻഷാ അല്ലാഹ് ഇന്ന് ഞാൻ പറയുന്നത് അതിമഹത്തായ ഒരു ദിക്റിനെ കുറിച്ചാണ്. നമുക്കറിയാം, നമ്മൾ വളരെ പ്രതിസന്ധി നിറഞ്ഞ, പരീക്ഷണങ്ങൾ നിറഞ്ഞ, വളരെ പ്രയാസങ്ങൾ നിറഞ്ഞ, വളരെ പ്രശ്നങ്ങൾ നിറഞ്ഞ കാലഘട്ടത്തിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു യഥാർത്ഥ സത്യവിശ്വാസി അള്ളാഹുവിനെ ഓർത്ത് എല്ലാം അള്ളാഹുവിൽ തവക്കൽ ചെയ്തുകൊണ്ട് അള്ളാഹു നൽകും, അള്ളാഹുവിൻ്റെ സഹായം ഉണ്ടാകും എന്ന വിശ്വാസം വേണം. നമ്മൾ വളരെയധികം പ്രയാസങ്ങൾ നേരിടുമ്പോൾ നമ്മൾ തളർന്നു പോകാറുണ്ട്. മാനസികമായിട്ടും ശാരീരികമായിട്ടും ആകെ ടെൻഷൻ അടിച്ച് പോകാറുണ്ട്. ഇൻഷാ അല്ലാഹ് അതിനൊക്കെ പരിഹാരമേകുന്ന വളരെ പവർഫുള്ളായ എഫക്റ്റീവായ ഒരു ദിക്റാണ് ഇൻഷാ അല്ലാഹ് ഇന്ന് പറയാൻ പോകുന്നത്. ആ മഹത്തരമായ ദിക്റാണ് ഹസ്ബുനല്ലാഹു വനിഅമൽ വക്കീൽ. ഈ മഹത്തരമായ ഈ വാക്കിൻ്റെ ഫലം എന്നുള്ളത് അതിമഹത്തായ ശക്തിയുള്ള, തീവ്രമായ ശക്തിയോടെ നമുക്ക് ഉത്തരം ലഭിക്കുന്ന മഹത്തരമായ ദിക്റാണ്. മാത്രമല്ല, ഈ ദിക്റ് നമ്മൾ ചൊല്ലിയാൽ ഇൻഷാ അല്ലാഹ് എന്ത് പ്രയാസമാണെങ്കിലും ലോകം മുഴുവൻ നമുക്ക് എതിര് നിന്നാലും ഇൻഷാ അല്ലാഹ് നമുക്ക് പൂർണ്ണമായ വിജയം ലഭിക്കും. കാരണം നമുക്കറിയാം, മഹദിയായ ആയിഷത്തു ത്വഹ്റ റളിയല്ലാഹു അൻഹ മഹാനവർകൾക്കെതിരെ പല വ്യക്തികളും മോശമായ കുപ്രചരണങ്ങൾ നടത്തി. ഭർത്താവായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുമ്പിലും മറ്റുള്ള പ്രമുഖ സഹാബാക്കളുടെ മുമ്പിലും എല്ലാം തരം താഴ്ത്താൻ മറ്റു ചില ആളുകൾ പരിശ്രമിച്ചപ്പോൾ പോലും മഹദിയായ ആയിഷത്തു ത്വഹ്റ റളിയല്ലാഹു അൻഹ മഹദി അവർകൾ പറഞ്ഞത് ഹസ്ബി അല്ലാഹു വനിഅമൽ വക്കീൽ എന്നാണ്. മഹദി അവർകൾക്ക് വളരെയധികം വിശ്വാസമുണ്ടായിരുന്നു. അള്ളാഹു എന്നെ സഹായിക്കും, ഹസ്ബി അല്ലാഹു വനിഅമൽ വക്കീൽ എന്ന് മഹദി അവർകൾ മനസ്സറിഞ്ഞ് ചൊല്ലിക്കൊണ്ടിരുന്നു. സുബ്ഹാനല്ലാഹു തആല മഹദി അവർകൾക്ക് കുറ്റക്കാരിയല്ല എന്ന രീതിയിൽ അള്ളാഹു ആയത്തിറക്കി. എന്താണ് ഇവിടെ സംഭവിച്ചത്? ആയിഷ റളിയല്ലാഹു അൻഹയുടെ ഈമാനിൻ്റെ ഒരു പവറാണ്. മനസ്സറിഞ്ഞ് വിശ്വസിച്ച് ചൊല്ലിയത് കൊണ്ടാണ്. എനിക്ക് അള്ളാഹു മതി, എന്തെല്ലാം കാര്യങ്ങളുണ്ടോ അതെല്ലാം പൂർണ്ണമായി ഏൽപ്പിക്കാൻ പറ്റിയ ഒരേ ഒരാൾ അത് നമ്മുടെ അള്ളാഹു ആണ് എന്ന യഥാർത്ഥ വിശ്വാസം ആയിഷ റളിയല്ലാഹു അൻഹയ്ക്ക് ഉണ്ടായിരുന്നു. അങ്ങനെ യഥാർത്ഥമായ സത്യം സുബ്ഹാനല്ലാഹു തആല പുറത്തു കൊണ്ടുവന്നു. നമുക്ക് എന്ത് തന്നെ സംഭവിച്ചാലും, ആര് എന്ത് പറഞ്ഞാലും, ആര് നമ്മെ ഇല്ലാതാക്കാൻ ശ്രമിച്ചാലും നമുക്ക് ഒരേ ഒരു വിശ്വാസം, ഒരേ ഒരു വാക്ക് മതി. ഹസ്ബി അല്ലാഹു വനിഅമൽ വക്കീൽ, ഹസ്ബി അല്ലാഹു വനിഅമൽ വക്കീൽ, ഹസ്ബി അല്ലാഹു വനിഅമൽ വക്കീൽ. ഈ ഒരു വാക്കാണ് യഥാർത്ഥത്തിൽ നമ്മുടെ നാവിൽ ഉണ്ടാവേണ്ടത്. ഈ വാക്കാണ് ഇൻഷാ അല്ലാഹ്. അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ ഒരു വാക്യത്തെക്കുറിച്ച് നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. നിന്റെ വളരെ പ്രശ്നം നിറഞ്ഞ, പ്രയാസം നിറഞ്ഞ ഒരു വിഷമത്തിൽ അകപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ഹസ്ബി അല്ലാഹു വനിഅമൽ വക്കീൽ എന്ന് ചൊല്ലിയാൽ മതി. അതുപോലെ തന്നെ മഹത്തായ ഇബ്രാഹിം നബി സ്വല്ലല്ലാഹു വസല്ലമിനെ തീക്കുണ്ടത്തിൽ എറിയപ്പെട്ടപ്പോൾ ചൊല്ലിയത് ഹസ്ബി അല്ലാഹു വനിഅമൽ വക്കീൽ എന്നായിരുന്നു. അപ്പോൾ ഇതാണ് ഈ വാക്യത്തിൻ്റെ മഹത്വം. മഹാനവറുകൾക്ക് നല്ല ശക്തമായ തീക്കുണ്ടത്തിൽ എറിയപ്പെട്ടിട്ട് പോലും ഒന്നും സംഭവിച്ചില്ല എങ്കിൽ ഈ ഉറച്ച വിശ്വാസത്തിൻ്റെ ഫലമാണ്. ഇൻഷാ അല്ലാഹ് ഇന്നു മുതൽ എന്ത് പ്രശ്നം വന്നാലും, എന്ത് പ്രയാസം വന്നാലും നമ്മുടെ നാവിൽ വരേണ്ടത് ഈ വാക്കാണ്. ഇത് ചൊല്ലി അള്ളാഹുവിൻ്റെ കാവൽ ലഭിക്കുന്നവരുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തട്ടെ. ആമീൻ ആമീൻ യാ റബ്ബൽ ആലമീൻ.